ഓക്കെ. അനുമോളെ അപ്പൊ ജയിപ്പിക്കുന്നത് അനൂപേട്ടനാണെന്നാണ് എല്ലാരും പറയുന്നത്. അതെ, 16 ലക്ഷം എന്റെ പോക്കറ്റിൽ കിടക്കാണ്. അതെ, 16 ലക്ഷം രൂപ തന്നല്ലേ? അത് ഞങ്ങൾക്കറിയാം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ചോദിച്ച് ലാസ്റ്റ് കൺക്ലൂഷനില് എത്തിപ്പിച്ചിരിക്കുന്നത്. 16 ലക്ഷം കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആണോ? വേണ്ട. പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞ തമാശ. എന്തെങ്കിലും കിട്ടണ്ടേ പ്രൊമോ അടിച്ചിടുമ്പോ? അതെ. എങ്ങനെ മനസ്സിലായും? ഞാനും ഈ ജോലി തന്നെയാണല്ലോ ചെയ്യുന്നത്. അത് ഞാൻ മറന്നുപോയി. അല്ല, പുതിയ പടത്തില് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാ? പടത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? കാരണം അനുപേട്ട ഉണ്ട്, ഞാൻ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ തന്നെയല്ലേ? പിന്നെ ഒബ്വിയസ്ലി. എങ്ങനെയൊക്കെയാ, ഏത് ജോണറാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിന്റെ? പല ജോണേഴ്സ് ഉണ്ട്, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ട്. ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു, അനുപേട്ട ഒരു കോമഡി പടം ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ അതല്ല നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് പറഞ്ഞു നമുക്കൊരു പടം തുടങ്ങാം, നമുക്കൊരു സംഭവം ചെയ്യാം. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു കോമഡി ഇഷ്ടമല്ല എന്നല്ല പറയണത്. കോമഡി ചെയ്യാൻ തന്നെ ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാനൊക്കെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ജഗതി ചേട്ടന്റെയും അങ്ങനെയുള്ള ഒരുപാട് കോമഡി പഴയതിരുന്ന് കാണാറുണ്ട്. പല സമയത്ത് സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, കണ്ടോ അതിലുള്ള കോമഡി ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ എന്തെങ്കിലും ഒന്ന് പറയടാന്ന് പറയും.